കൃഷിക്കാർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ പറഞ്ഞു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ 25ാം വാർഷികാഘോഷവും കൊയ്ത്ത് മഹോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പറ്റിയവരല്ല, പുതുതലമുറയാണ് പ്രപഞ്ചത്തിൽ എത്ര തരം വിത്തുകൾ ഉണ്ടെന്ന് പഠിക്കേണ്ടതും അവയെ സംരക്ഷിക്കേണ്ടതും. ഇതൊന്നും പാഠ്യപദ്ധതിയിലില്ല. ജീവിക്കാനുതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്. കർഷകർ അവഗണിക്കപ്പെടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുദ്രാവാക്യമുണ്ട്, നല്ല മുദ്രാവാക്യമാണ്, ജയ് ജവാൻ ജയ് കിസാൻ. പക്ഷെ ഇതൊന്നും സാക്ഷാത്കരിക്കുന്നില്ല, കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പിള്ളേരൊക്കെ അക്കരെ കടന്നു പോവുക. പിന്നെ മിച്ചമുള്ള കൃഷിക്കാർക്ക്, ഭക്ഷ്യധാന്യം കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഭാവി തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷണം നടത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മളെ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതിയുടെ വരദാനമായ വിത്തുകൾ ഒന്നും വിറ്റ് കാശാക്കാനുള്ളതല്ല, കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. ഇന്ന് കുടിവെള്ളം പോലും എല്ലാം വിറ്റ് കാശാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേനം എരോൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചേനം തരിശുപടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി.കെ. രാജു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ ചെറുവയൽ രാമന് അടാട്ട് പാടശേഖര സമിതിയുടെ സാമ്പത്തിക സഹായവും ചടങ്ങിൽ കൈമാറി. 550 ഏക്കറോളം വരുന്ന ചേനം തരിശുപടവ് കമ്മിറ്റിയിൽ 800ഓളം കർഷകരാണുള്ളത്. നിലവിൽ ഒരു പൂക്കൃഷി മാത്രം നടത്തുന്ന ഇവിടെ ഇത്തവണ മുതൽ കൊയ്ത്ത് കഴിഞ്ഞാൽ തണ്ണിമത്തൻ, പച്ചക്കറി പോലെയുള്ള രണ്ടാം വിളയ്ക്ക് ഒരുങ്ങുകയാണ് പടവ് കമ്മിറ്റി. TCV തൃശൂർ.